الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي يا أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ഏറ്റവും സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിധിവിലക്കുകൾക്കനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കണമേ എന്ന് ആദ്യമേ എന്നോടും കൂടെ നിങ്ങളോട് ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഈ ലോകത്തിൻ്റെ സൃഷ്ടികർത്താവായ അല്ലാഹു ഏറ്റവും മഹത്വമുള്ളവനും ഉന്നതനുമാണ്. ആ ഉന്നതിയിൽ നിന്ന് തന്നെ അല്ലാഹു തആല ചിലരെ മഹത്വപ്പെടുത്തുകയും ഉന്നതിയിലാക്കുകയും ചെയ്തു. അല്ലാഹു ഉദ്ദേശിച്ചതാണ് ഈ ലോകത്ത് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. അവൻ മനുഷ്യരെ സൃഷ്ടിച്ചു, മനുഷ്യരിൽ നിന്ന് പ്രവാചകന്മാരെ തിരഞ്ഞെടുത്തു. അവൻ സ്ഥലങ്ങൾ നിശ്ചയിച്ചു, അതിൽ നിന്ന് ഏറ്റവും നല്ല സ്ഥലങ്ങളായ പള്ളികളെ തിരഞ്ഞെടുത്തു. അവൻ മാസങ്ങൾ സൃഷ്ടിച്ചു, അവയിൽ നിന്ന് റമദാനിനെ തിരഞ്ഞെടുത്തു. റമദാനിലേക്കാണ് നമ്മളിനി പ്രവേശിക്കാൻ പോകുന്നത്. റമദാനിലേക്ക് ഒരുങ്ങുക എന്നത് നാട്ടിലെമ്പാടും ഈ സമയത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്, സന്ദർഭത്തിലാണ്. നിന്റെ രക്ഷിതാവ് താൻ ഉദ്ദേശിക്കുന്നത് സൃഷ്ടിക്കുകയും ഇഷ്ടമുള്ളത് തെരഞ്ഞെടുക്കുകയും ചെയ്തു. അവർക്ക് തെരഞ്ഞെടുക്കുവാൻ അർഹതയില്ല. അള്ളാഹു എത്രയോ പരിശുദ്ധനും അവർ പങ്കുചേർക്കുന്നതിൽ നിന്നെല്ലാം ഉന്നതനുമാകുന്നു അള്ളാഹു എന്ന് സൂറത്തു ഖസസിന്റെ 68-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്. അശ്ശഹർ, ഈ മാസത്തിന്റെ പ്രത്യേകത എന്താണ്? ആ ശഹർ എന്ന റമദാൻ, ആ റമദാൻ മാസത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ ലോകത്തിൻ്റെ മാർഗദർശകമായ ഖുർആൻ ഇറങ്ങിയ മാസം. മനുഷ്യരാശിക്ക് മുഴുവൻ മോക്ഷത്തിൻ്റെ മാർഗം കാണിച്ചു കൊടുക്കുന്ന, ഒരാൾക്ക് സ്വർഗത്തിലെത്തണമെങ്കിൽ, ഒരാൾക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ അയാൾക്ക് ഏറ്റവും അനിവാര്യമായി പഠിക്കേണ്ടതും പകർത്തേണ്ടതുമായ ഒരു ഗ്രന്ഥമിറങ്ങിയ മാസമാണ് റമദാൻ. ശഹ്റുൽ ഖുർആൻ, ഖുർആനിൻ്റെ മാസമാണ് റമദാൻ. ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസ് വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. ജനങ്ങൾക്ക് മാർഗദർശനമായിക്കൊണ്ട് നേർവഴി കാട്ടുന്നതും സത്യവും അസത്യവും വേർതിരിക്കുന്നതുമായ സുവ്യക്തമായ തെളിവുകൾ കൊണ്ടും വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാകുന്നു റമദാൻ. അങ്ങനെ റമദാൻ
ഹുദൽ ലിന്നാസ്, ജനങ്ങൾക്ക് മാർഗദർശക ഗ്രന്ഥമായ ഖുർആൻ ഇറങ്ങിയ മാസം. വബയ്യിനാത്തിൻ മിനൽ ഹുദാ, വെറുതെ നേർമാർഗം കാണിച്ചു തരിക മാത്രമല്ല, അത് സുവ്യക്തമായി അത് തെളിവുകൾ കൊണ്ട് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു ഖുർആൻ. വൽ ഫുർഖാൻ, സത്യവും അസത്യവും വേർതിരിച്ച ഗ്രന്ഥമാണ്. ഫമൻ ശഹിദ മിൻകുമുശ് ശഹ്റ ഫൽയസുംഹു, അതുകൊണ്ട് നിങ്ങളിൽ ആർ ആ മാസത്തിൽ സന്നിഹിതരാണോ അവർ ആ മാസം നോമ്പനുഷ്ഠിക്കേണ്ടതാണ്. ആ മാസം നോമ്പനുഷ്ഠിക്കണം. അതുകൊണ്ട് നിങ്ങൾ ആർ ആ മാസത്തിൽ സന്നിഹിതർ. ഏതുകൊണ്ട്? ഖുർആൻ ഇറങ്ങിയ സന്തോഷത്തിൽ, ആ റഹ്മത്ത് കിട്ടിയ ആഹ്ലാദത്തിൽ, ആ ഒരു മാസത്തെ പരിഗണിക്കേണ്ടതിൻ്റെ ആവശ്യകതയിൽ നോമ്പ് നിർബന്ധമാക്കപ്പെട്ട ഒരു മാസമായി റമദാൻ മാറിയിരിക്കുന്നു. അള്ളാഹു പറഞ്ഞു, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ, നിശ്ചയമായും നാം ഇതിനെ ഖുർആനെ നിർണയത്തിൻ്റെ രാത്രി അവതരിപ്പിച്ചു. അഥവാ നിർണയത്തിൻ്റെ രാത്രി എന്നാൽ എന്താണ്? അത് റമദാനിലെ അവസാനത്തെ 10 ഒറ്റയിട്ട രാത്രികളിൽ വരുന്ന പ്രത്യേക രാത്രിയാണ്. ലൈലത്തുൽ ഖദർ വിധി നിർണയ രാത്രിയാണ്, റമദാനിലാണെന്ന് നമുക്കറിയാം. അതിനാൽ ഈ അനുഗ്രഹീത മാസത്തിൽ ഒരു മുസ്ലിം ഖുർആൻ പാരായണം വർദ്ധിപ്പിക്കണം, ഖുർആന്റെ പഠനം വർദ്ധിപ്പിക്കണം. ഖുർആനിലുള്ളത് പ്രയോഗവൽക്കരിക്കാനുള്ള നല്ല അവസരമാണ് യഥാർത്ഥത്തിൽ റമദാൻ എന്നത്. അതേപോലെ ഖുർആന്റെ വ്യാപനത്തെ, അതിൻ്റെ പ്രബോധനത്തെ സപ്പോർട്ട് ചെയ്യണം. ഇതൊക്കെ നടക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഖുർആൻ ഇറങ്ങിയ മാസത്തെ ഒരാഘോഷമാക്കി തീർക്കാൻ നമുക്ക് സാധിക്കുക. റമദാൻ എന്നത് ശഹ്റു സ്വദഖയാണ്, ശഹ്റു സ്വദഖയാണ്, സ്വദഖ നൽകേണ്ട മാസമാണത്. അജ്വദുന്നാസി വകാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അജ്വദുന്നാസ് വകാന അജ്വദു മാ യകൂനു ഫീ റമദാൻ ഹീന യൽഖാഹു ജിബ്രീൽ കാന യൽഖാഹു ഫീ കുല്ലി ലൈലത്തിൻ മിൻ റമദാൻ ഫയുദാരിസുൽ ഖുർആൻ ഫറസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അജ്വദു ബിൽ ഖൈർ മിനർ റീഹിൽ മുർസല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളിൽ ഏറ്റവും വലിയ ഉദാരമതിയായിരുന്നു. ചോദിച്ചാൽ ഇല്ലെന്ന് പറയാത്ത പ്രവാചകൻ, ചോദിച്ചാൽ കയ്യിലില്ലെന്ന് പറയാത്ത പ്രവാചകൻ. വളരെയധികം ദാരിദ്ര്യത്തിൽ ജീവിച്ചപ്പോഴും ചോദിച്ചവനോട് കയ്യിൽ കിട്ടുന്നതറിഞ്ഞാൽ വരണം, ചോദിക്കണം, അപ്പോൾ ഞാൻ തരുമെന്ന് പറഞ്ഞ പ്രവാചകൻ. റമദാനിൽ ജിബ്രീൽ അലൈഹിസ്സലാം അദ്ദേഹത്തെ കണ്ടുമുട്ടുമ്പോൾ അദ്ദേഹം ഏറ്റവും വലിയ ഉദാരമതിയായിരുന്നു. റമദാനിലെ എല്ലാ രാത്രിയിലും ജിബ്രീൽ അലൈഹിസ്സലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടുമുട്ടുകയും അവർ ഒരുമിച്ച് ഖുർആൻ പഠിക്കുകയും ചെയ്യുമായിരുന്നു. അല്ലാഹുവിൻ്റെ ദൂതൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വീശുന്ന കാറ്റിനേക്കാൾ നന്മയുടെ കാര്യത്തിൽ ഉദാരമതിയായിരുന്നു. കാറ്റ് വീശുമ്പോൾ തണുപ്പ് ശരീരത്തിൽ തട്ടുന്നത് പോലെ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രൂപത്തിലുള്ള ഉദാരമതിയായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ആ മാതൃക സ്വീകരിക്കണം. റമദാനിൽ സ്വദഖ നൽകാൻ ധാരാളം അവസരങ്ങൾ നൽകും. പിരിവിന് വരുന്നവരെ ശപിക്കരുത്, അത് മുഅ്മിനിന്റെ മുനാഫിക്കിന്റെ ലക്ഷണമാണ്. പിരിവിന് വരുന്നവരെ ശപിക്കുക എന്ന് അവർ നമുക്കൊരവസരം വെച്ച് നീട്ടുകയാണ്. നമുക്ക് കഴിയില്ലെങ്കിൽ നല്ല വാക്ക് പറഞ്ഞവരെ പിരിച്ചുവിടണം, നല്ല വാക്ക് പറഞ്ഞ്. അല്ലാതെ ഒരിക്കലും ഇന്നലെ പിരിവ്, മിനിയാന് പിരിവ്, അതിൻ്റെ മുമ്പ് പിരിവ്, റമദാൻ മാസത്തിൽ 30 ദിവസവും പിരിവ്, ഇതെന്താ ഇവിടെ കാശ് കായ്ക്കുന്ന മരമില്ല എന്ന് പറയുന്നവരുണ്ട്. യഥാർത്ഥത്തിൽ അത് അള്ളാഹുവിൻ്റെ ദീന്, ആ ദീനിൽ സ്വദഖ എന്ന മഹത്വത്തെ ഇല്ലായ്മ ചെയ്യാനുള്ള സംസാരമാണ്. സംഖ്യകൾ നേരത്തെ ഒരുക്കി വെക്കണം. റമദാനിൽ ഏതെങ്കിലും ഒരു വീട്ടിൽ 1500 2000 രൂപക്കോ ഒരു കിറ്റ് വാങ്ങിക്കൊടുത്താൽ അവർ ദിവസവും നോമ്പ് നോറ്റ് ആ നോമ്പ് നോൽക്കുന്നതിൻ്റെ പ്രതിഫലം നമുക്ക് കിട്ടും. ഒരാളെ നോമ്പ് തുറപ്പിച്ചാൽ അയാൾ നോറ്റ നോമ്പിൻ്റെ പ്രതിഫലം കിട്ടും. ഒരു 2 വീട്ടിലോ 3 വീട്ടിലോ 2000-ൻ്റെ ഒരു കിറ്റ് നമുക്ക് കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ 3 വീട്ടുകാർ നോൽക്കുന്ന മുഴുവൻ നോമ്പിൻ്റെ പ്രതിഫലവും റമദാനിൽ നമുക്ക് കിട്ടും. രഹസ്യമായിരിക്കട്ടെ ആ ദാനം, രഹസ്യമായിരിക്കട്ടെ. അർഹതയുള്ള ആളുകൾക്ക് ആ ഒരു സഹായം എത്തിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. റമദാനിൽ ഭൗതികമായ പല മാറ്റങ്ങളും ഉണ്ടാകും. ഭക്ഷണത്തിൻ്റെ ക്രമം മാറും. അതേപോലെ നമസ്കാരം ജമാഅത്തിലേക്കാകാൻ നമ്മുടെ ജോലിയെ നമ്മൾ ഷെഡ്യൂൾ ചെയ്യും. നമ്മുടെ ജീവിതത്തിൽ ഖുർആൻ എടുത്ത് ഇരിക്കുന്ന ഒരു സമയം മിക്കവാറും റമദാനിലായിരിക്കും. ഈ ഒരു മാറ്റം
അത് ആത്മീയ മാറ്റത്തിൻ്റെ വേറൊരു മാറ്റമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ദഖല റമളാൻ, റമളാനിലേക്ക് പ്രവേശിച്ചാൽ ഫുത്തിഹത് അബ്വാബുൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ വാതിലുകൾ തുറക്കും. വഉല്ലിഖത് അബ്വാബു ജഹന്നം, ആ നരകത്തിന്റെ വാതിലടക്കും. വസുൽസിലത്തിശ് ശയാത്തീൻ, പിശാചുക്കൾ ചങ്ങലകളിൽ ബന്ധിക്കപ്പെടും. ഇദാ കാന അവ്വലു ലൈലത്തിൻ മിൻ ശഹരി റമളാൻ, റമളാനിലെ ആദ്യത്തെ രാത്രി പിശാചുക്കളും ധിക്കാരികളായ ജിന്നുകളും ചങ്ങലകളിൽ ബന്ധിക്കപ്പെടും. നരകത്തിന്റെ വാതിൽ കൊട്ടിയടക്കപ്പെടും. അതിലൊരു വാതിലും തുറക്കപ്പെടുകയില്ല. സ്വർഗത്തിലേക്കുള്ള എല്ലാ വാതിലുകളും റമദാനിന്റെ ഒന്നാമത്തെ രാത്രി തുറക്കും. അതിലൊരു വാതിലും അടക്കപ്പെടുകയില്ല. മുനാദി, വിളിച്ചു പറയുന്നവൻ വിളിച്ചു പറയും, യാ ബാഗിയൽ ഖൈർ അഖ്ബിൽ, നന്മയുടെ ആളെ മുന്നോട്ട് വാ മുന്നോട്ട് വാ എന്ന് പറയും. വയാ ബാഗിയൽ ശർർ അഖ്സിർ, തിന്മയുടെ ആളെ പിടിച്ചു നിൽക്കൂ, അല്ലെങ്കിൽ അതിൽ നിന്ന് മാറിപ്പോകൂ, ചുരുങ്ങിപ്പോകൂ എന്ന് പറയും. വലില്ലാഹി, അള്ളാഹു നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന ചില ആളുകൾ ആ റമദാനിൽ ഉണ്ടാകും. എല്ലാ രാത്രിയിലും അള്ളാഹു നരകത്തിൽ പോകുന്ന ചില ആളുകളെ രക്ഷപ്പെടുത്തി അവരെ സ്വർഗത്തിലേക്ക് മാറ്റിവെക്കുമെന്ന് നബിയുനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഈ ഒരു ബോധം, ആത്മീയമായ ഒരു ബോധം, സ്വർഗത്തിലേക്കുള്ള കവാടങ്ങൾ തുറന്നിട്ടുണ്ട്, നരകത്തിലേക്കുള്ള കവാടങ്ങൾ അടഞ്ഞിട്ടുണ്ട്, പിശാചുക്കളെയും ജിന്നുകളെയും കെട്ടിയിട്ടിട്ടുണ്ട്. ഇത് നന്മ ചെയ്യാനുള്ള നല്ല അവസരമാണ് എന്നൊരു ബുദ്ധി, യുക്തി, വിചാരം, അങ്ങനെയുള്ള ഒരു ചിന്ത, ഈമാൻ, തഖ്വ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. 1000 മാസം എന്ന് പറഞ്ഞാൽ 86 വർഷത്തോളം അത്രയും ശ്രേഷ്ഠമുള്ള ഒരു രാത്രിയുള്ള മാസമാണ് റമദാൻ എന്നത്. ലൈലത്തുൽ ഖദ്ർ ഖൈറും മിൻ അൽഫി ശഹർ. നിർണായകമായ ഒരു രാത്രി എന്താണെന്ന് നിനക്കറിയുമോ? ആ നിർണയത്തിന്റെ രാത്രി 1000 മാസങ്ങളെക്കാൾ ഉത്തമമാകുന്നു. ഒരാൾ 86 വയസ്സുവരെ 86 മാസം ചെയ്യേണ്ട പ്രവർത്തനം, ഒരൊറ്റ വർഷം ചെയ്യേണ്ട പ്രവർത്തനം ഒരൊറ്റ രാത്രി കൊണ്ട് കിട്ടുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ആ രാത്രിയെ ആർ പരിഗണിച്ചോ അവൻ വിജയിച്ചു. ഈ 2027 റമദാനിൽ ഞാനുണ്ടാകുമോ? നിങ്ങളുണ്ടാകുമോ? നമ്മൾ ഖബറിലായിരിക്കുമോ? നമ്മൾക്ക് ഇവിടെ നോമ്പ് നോൽക്കാൻ ശക്തിയില്ലാതെ കിടപ്പിലായിരിക്കുമോ? അല്ലാഹു അഅലം. അതുകൊണ്ട് തന്നെ ഇനിയൊരു റമദാൻ വരുമെന്നാരും ചിന്തിക്കണ്ട. ഇതെന്റെ അവസാനത്തെ റമദാനാണെന്ന് ചിന്തിക്കുന്നവർക്ക് മാത്രമേ ഈ റമദാനിനെ പരിപൂർണമായി ഉപയോഗപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. മൻ ഖാമ ലൈലത്തുൽ ഖദ്ർ ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ആരെങ്കിലും ലൈലത്തുൽ ഖദ്റിന്റെ രാത്രി ഈമാനോടുകൂടി, പ്രതിഫലേച്ഛയോടുകൂടി നിന്ന് നമസ്കരിച്ചാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവന്റെ കഴിഞ്ഞ കാലത്തെ മുഴുവൻ പാപങ്ങളും അല്ലാഹു പുറത്തു തരും. ഈ പുണ്യത്തിന്റെ അർത്ഥം ആ രാത്രിയിൽ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ 1000 മാസങ്ങളിൽ ചെയ്യുന്ന സൽക്കർമ്മങ്ങളെക്കാൾ ഉത്തമമാണ് എന്നാണ് പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിച്ചത്. നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്ന മാസമാണ്. നരകത്തിൽ നിന്ന് കുറേ ആളുകൾ മോചിപ്പിക്കപ്പെടും. നമ്മൾ സ്വർഗത്തിലാണോ നരകത്തിലാണോ? റമദാനിന്റെ മുമ്പ് മരിച്ചാൽ എവിടെയായിരിക്കുമെന്നറിയില്ല. നമ്മൾ അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മൾ നരകത്തിലേക്കുള്ള ആളാണെങ്കിൽ ഈ റമദാനിലായിരിക്കും നമ്മളെ സ്വർഗത്തിലേക്കുള്ള ആളാക്കി മാറ്റാനുള്ള രാത്രി നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുന്നത് എന്ന് ചിന്തിക്കാൻ സാധിക്കണം. ഇന്നലില്ലാഹി في كل يوم وليلة عتقاء من النار يعني في رمضان إن لكل مسلم في كل يوم وليلة دعوة يدعو بها فيستجاب. തീർച്ചയായും അല്ലാഹു എല്ലാ ദിവസവും രാത്രിയും പകലും നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ആളുകളുണ്ട്. അതായത് റമദാനിൽ ഓരോ മുസ്ലിമിനും അവൻ എല്ലാ ദിവസവും രാത്രി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അതവന് ഉത്തരം നൽകപ്പെടുന്നു. എല്ലാ മുസ്ലിമിനും ഒരു രാത്രിയിലുള്ള ഒരു പ്രാർത്ഥന, അവൻ്റെ ഒരു പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുമെന്നാണ് പറയുന്നത്. അള്ളാഹു കണക്കില്ലാതെ പ്രതിഫലം തരും. ഒരിക്കലും കണക്ക് നോക്കുകയില്ല, അത്രയും പ്രതിഫലം. ആദമിൻ്റെ പുത്രൻ
പുത്രൻ ഓരോ പ്രവൃത്തിയും 10 ഇരട്ടിയായി വർദ്ധിപ്പിച്ചു കിട്ടും. കുല്ലു അമലി ഇബ്നി ആദം യുദാഅഫഹു അൽ ഹസനതു 10 അംസാലിഹ ഇലാ 700 ളഅഫിൻ. 10 മുതൽ 700 ഇരട്ടി വരെ പ്രതിഫലം കിട്ടും ഓരോ കർമ്മത്തിനും. ഖാല അല്ലാഹു അസ്സ വജൽ, അല്ലാഹു പറയുന്നു, ഇല്ല സൗം, നോമ്പിന് 10 ഇരട്ടിയല്ല 700 ഇരട്ടിയല്ല കിട്ടുക. ഫഇന്നഹൂലി, അതെനിക്കുള്ളതാണെന്ന് അല്ലാഹു പറയുന്നു. വഅനാ അജ്സി ബിഹി, അതിൻ്റെ പ്രതിഫലം ഞാനാണ് നൽകുക, അഥവാ അതിൻ്റെ തോത് നിശ്ചയിക്കുന്നത് അല്ലാഹു ആയിരിക്കും എന്ന് പറയുകയാണ്. 2 സന്തോഷങ്ങൾ നോമ്പുകാരനുണ്ടാവും. 2 സന്തോഷങ്ങൾ. ഒന്ന് ഭൗതികമായ സന്തോഷം, 2 ആത്മീയമായ സന്തോഷം. യദോ ശഹ്വതു വതആമുഹു മിൻ അജലി ലിസ്വായിമി ഫർഹത്താനി, ഫർഹത്തൻ ഇൻദ ഫിത്രി വഫർഹത്തൻ ഇൻദ ലിഖാഇഹി. നോമ്പുകാരന് 2 സന്തോഷങ്ങളുണ്ട്. അവൻ നോമ്പ് തുറക്കുമ്പോഴുള്ള സന്തോഷം, മറ്റൊന്ന് നോമ്പ് നോറ്റ് അതിൻ്റെ പ്രതിഫലം ഏറ്റുവാങ്ങാൻ തൻ്റെ നാഥനെ കണ്ടുമുട്ടുമ്പോഴുള്ള സന്തോഷം. അള്ളാഹുവിൻ്റെ അടുത്ത് നമ്മുടെ നോമ്പുമായി ചെല്ലുമ്പോൾ, നോമ്പിൻ്റെ പ്രതിഫലം കിട്ടുമ്പോൾ, നോമ്പ് നമുക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യുമ്പോൾ, നോമ്പുകാലത്ത് നമ്മൾ ഓതിയ ഖുർആൻ നമുക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യുമ്പോൾ ഒരു മനുഷ്യന് കിട്ടുന്ന അങ്ങേ അറ്റത്തെ സന്തോഷം. അന്ന് തിളങ്ങുന്ന മുഖത്തോടു കൂടി ചില ആളുകൾ വരുമെന്ന് പറഞ്ഞില്ലേ? സൽക്കർമ്മങ്ങളാണ് അവൻ്റെ മുഖം തിളങ്ങാനുള്ള കാരണം. നോമ്പുകാരൻ്റെ വായക്ക് കസ്തൂരിയുടെ ഗന്ധത്തേക്കാൾ സുഗന്ധമുണ്ടായിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. നോമ്പുകാരൻ്റെ ശ്വാസം അത് അല്ലാഹുവിൻ്റെ കസ്തൂരിയുടെ ഗന്ധത്തേക്കാൾ മധുരമുള്ളതാണ് എന്ന് പറയുകയാണ്. അല്ലാഹുവിൻ്റെ അടുത്ത് കസ്തൂരിയേക്കാൾ ഗന്ധമുള്ള ഒരു കാര്യമാണ് നോമ്പുകാരൻ്റെ വായയുടെ ഗന്ധമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ശഹ്റുൽ തൗബയാണ്, ശഹ്റുൽ ഇസ്തിഗ്ഫാറാണ്. റമദാനിൽ അല്ലാഹു നമുക്ക് പുറത്തു തന്നിട്ടില്ലെങ്കിൽ നമ്മൾ നശിച്ചതു തന്നെ. അല്ലാഹുവിൻ്റെ ദൂതൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മെമ്പറിൽ കയറി ആദ്യ പടിയിലെത്തിയപ്പോൾ ആമീൻ പറഞ്ഞു. പിന്നീട് മറ്റൊരു പടിയിലെത്തിയപ്പോൾ ആമീൻ പറഞ്ഞു. മൂന്നാമത്തെ പടിയിലെത്തിയപ്പോൾ ആമീൻ പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു, എന്തിനാണ് 3 ആമീൻ അങ്ങ് പറഞ്ഞത്? അതാനി ജിബ്രീൽ ഫഖാല യാ മുഹമ്മദ് മൻ അദ്റക റമദാൻ ഫലം യുഗ്ഫർ ലഹു ഫഅബ്അദഹു അല്ലാഹു ഖുൽതു ആമീൻ. ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് പറയുകയാണ്, ഹേ മുഹമ്മദ്, റമദാനിൽ ജീവിച്ച് പാപമോചനം ലഭിക്കാത്തവനെ അല്ലാഹു അകറ്റട്ടെ, അവനെ സ്വർഗത്തിൽ നിന്ന് അകറ്റട്ടെ, നരകത്തിലേക്ക് തള്ളിവിടട്ടെ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറഞ്ഞു. ജിബ്രീൽ പ്രാർത്ഥിച്ചു. ആമീൻ പറഞ്ഞത് മുഹമ്മദുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് ഈ റമദാനിൽ, വരുന്ന റമദാനിൽ പാപമോചനം ലഭിച്ചിട്ടില്ലെങ്കിൽ ഈ പ്രാർത്ഥനയുടെ പരിധിയിൽ നമ്മളും വരുമെന്നാണ് സൂചിപ്പിക്കുന്നത്. ഇനി ഈമാനും പ്രതിഫലവും ശേഖരിക്കണം. അതാണ് റമദാനിലെ ഏറ്റവും വലിയ സംഗതി. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മത പാലിക്കാനാണ് നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയത്. സൂക്ഷ്മത, ആ തഖ്വ. 11 മാസം നമ്മൾ ജീവിച്ചതിൻ്റെ ജീവിതം കഴിഞ്ഞ് ആ റമദാനിൽ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ട് എല്ലാ പുണ്യങ്ങളും കരസ്ഥമാക്കി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. മൻ ഖാമ റമദാനൻ ഈമാനം വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. മൻ സ്വാമ റമദാനൻ ഈമാനം വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. റമദാനിൽ നിന്ന് നമസ്കരിച്ചവനെ അവൻ്റെ കഴിഞ്ഞ പാപങ്ങളൊക്കെ പുറത്തു കിട്ടും. എന്തു വേണം? ഈമാൻ വേണം, ഇഹ്തിസാബ് വേണം. എന്താ ഈമാൻ? അള്ളാഹു കാണുന്നുണ്ട്, മലക്കുകൾ രേഖപ്പെടുത്തുന്നുണ്ട്, പ്രവാചകനും ഗ്രന്ഥവും പറഞ്ഞ നോമ്പാണിത്. അങ്ങ് പരലോകത്തിനിക്ക് പ്രതിഫലം കിട്ടും, ഇതിനെനിക്ക് വിധിക്കപ്പെട്ടതാണ് എന്ന വിശ്വാസത്തോടു കൂടി നോൽക്കുന്ന നോമ്പ്. അതേപോലെ നോമ്പിൻ്റെ പ്രതിഫലങ്ങളെ മനസ്സിൽ ഉൾക്കൊള്ളാനും അത് മനസ്സിൽ രൂഢമൂലമാക്കാനും ആ പ്രതിഫലം എനിക്ക് കിട്ടുമെന്ന ഉറച്ച വിശ്വാസം കിട്ടുവാനും വേണ്ടി നമ്മൾ മനസ്സിനെ തയ്യാറാക്കണം. അതാണ് ഇഹ്തിസാബ്. വിശ്വാസത്തോടെയും പ്രതിഫലം ആഗ്രഹിച്ചും ഒരാൾ റമദാനിൽ നോമ്പ് നോറ്റാൽ, ഒരാൾ റമദാനിൽ
നിന്ന് നമസ്കരിച്ചാൽ അവന് വലിയ പ്രതിഫലമാണ് നാളെ പരലോകത്ത് കിട്ടാനുള്ളത്. നോമ്പിനെ ഇഷ്ടപ്പെടാതിരിക്കുന്നവരുണ്ട്. വിശ്വാസവും പ്രതിഫലവും പ്രതീക്ഷിച്ച് നോമ്പ് നോൽക്കണമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം നോമ്പിനെ ഒരു ബാധ്യതയായി സ്വീകരിക്കുക, ആ നോമ്പിൻ്റെ പ്രതിഫലം ആഗ്രഹിക്കുക, നോമ്പ് വരുന്നുണ്ടെന്ന സന്തോഷവും സംതൃപ്തിയും മനസ്സിലുണ്ടായിരിക്കുക. ഇനി നോമ്പുകാലമാണ് വരുന്നത്, ഇനി പകൽ പട്ടിണിയായിരിക്കുമെന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്, അത് നോമ്പ് ഭാരമായി തോന്നുന്ന ആളുകളുണ്ട്. അവർക്ക് ഈമാനോടുകൂടി ഇഹ്തിസാബോടുകൂടി നോമ്പ് നോൽക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ നോമ്പിനോട് അങ്ങേയറ്റത്തെ ഒരു ഇഷ്ടമുണ്ടാകാൻ വേണ്ടി, അതിനോട് അങ്ങേയറ്റത്തെ സ്നേഹമുണ്ടാകാൻ വേണ്ടി, ക്ഷീണമില്ലാതെ കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ധാരാളമായി അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം. റമദാനിൻ്റെ ഫضل മനസ്സിലാക്കി, സൗമിൻ്റെ ഫضل മനസ്സിലാക്കി, ആ രാത്രി നമസ്കാരത്തിൻ്റെ ശ്രേഷ്ഠത മനസ്സിലാക്കി, അതിനെല്ലാം കിട്ടുന്ന പ്രതിഫലത്തെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി നല്ല നീയത്ത് വെച്ച് നല്ല നോമ്പുകാരനായി മുന്നോട്ട് പോകാനും ഈ നോമ്പോടുകൂടി സ്വർഗത്തിലേക്കുള്ള ഒരാളായി മാറാനും നമുക്ക് സാധിക്കണം. അല്ലാഹു തആല അതിന് നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നോടും തുടർന്ന് നിങ്ങളോടും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മനുഷ്യൻ ഈ ലോകത്ത് പ്രവർത്തിച്ച മുഴുവൻ കാര്യങ്ങളും വ്യക്തമായി രേഖപ്പെടുത്തുന്നുണ്ട്. അവൻ്റെ വാക്കും പ്രവൃത്തിയും അവൻ്റെ രേഖയിൽ നിന്ന് വിട്ടുപോവുകയില്ല. മലായിക്കത്ത് മുഴുവൻ രേഖപ്പെടുത്തുന്നു. ആ രേഖയിൽ ഈ നോമ്പ് കഴിയുമ്പോൾ, ആ ചെറിയ പെരുന്നാൾ വരുമ്പോൾ, ആ രേഖ സമ്പന്നമാകാൻ വേണ്ടി നമ്മൾ ധാരാളം കർമ്മങ്ങൾ പ്ലാൻ ചെയ്യണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഇത് യതലഖൽ മുതലഖിയാനി അനിൽ യമീനി വഅനിൽ ശിമാലി ഖഈദ് മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. വലതുഭാഗത്തും ഇടതുഭാഗത്തും ഇരുന്നുകൊണ്ട് ഏറ്റുവാങ്ങുന്ന രണ്ടുപേർ ഏറ്റുവാങ്ങുന്ന സന്ദർഭം. അവൻ ഏതൊരു വാക്കുച്ചരിക്കുമ്പോഴും അവൻ്റെ അടുത്ത് തയ്യാറായി നിൽക്കുന്ന നിരീക്ഷകൻ ഉണ്ടാവാതിരിക്കുക. ഒരു നിരീക്ഷകന്റെ സാന്നിധ്യത്തിലല്ലാതെ ഒരക്ഷരം പോലും നമ്മുടെ നാവിൽ നിന്ന് പുറത്തു വരില്ലെന്ന് അല്ലാഹു തആല ഖുർആനിലൂടെ പറയുകയാണ്. മനുഷ്യന്റെ ഓരോ ചെയ്തിയും അതെത്ര നിസ്സാരമായാലും അവർ എഴുതിയെടുത്ത രേഖയിൽ സൂക്ഷിക്കുന്നുണ്ട്. ഇന്ന അലൈക്കും ലഹാഫിളീൻ കിറാമൻ കാതിബീൻ യഅലമൂന മാ തഫഅലൂൻ. തീർച്ചയായും നിങ്ങളുടെ മേൽ ചില മേൽനോട്ടക്കാരുണ്ട്, രേഖപ്പെടുത്തി വെക്കുന്ന ചില മാന്യന്മാർ, നിങ്ങൾ പ്രവർത്തിക്കുന്നത് അവൻ അറിയുന്നു. ഇങ്ങനെ അല്ലാഹു മുഴുവൻ അറിയുന്നുണ്ട്. കിതാബ് തന്നതിന് ശേഷം അല്ലാഹു തആല പറയും, ഇഖ്റ കിതാബക കഫാ ബിനഫ്സിക അൽയൗമ അലൈക ഹസീബ. നീ നിന്റെ ഗ്രന്ഥം വായിച്ചു നോക്കുക, നിന്നെ സംബന്ധിച്ചിടത്തോളം കണക്ക് നോക്കാൻ ഇന്ന് നീ തന്നെ മതി. നമുക്ക് കിട്ടുന്ന ആ ഗ്രന്ഥത്തിൽ നോമ്പ് കൊണ്ട് ആ പുണ്യം, നോമ്പിൻ്റെ പുണ്യം കൊണ്ട് സമ്പന്നമാക്കാൻ നമുക്ക് സാധിക്കണം. ഈ രേഖയിൽ നിന്നൊന്നും വിട്ടുപോകുകയില്ല. വവദിഅൽ കിതാബ് ഫതറൽ മുജ്രിമീന മുശ്ഫിഖീന മിമ്മാ ഫീഹി വയഖൂലൂൻ യാ വൈലതനാ മാ ലിഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. കർമ്മങ്ങൾ രേഖ തുറന്നു വെക്കപ്പെടും. അപ്പോൾ കുറ്റവാളികളെ അതിലുള്ളതിനെപ്പറ്റി ഭയവിഹ്വലരായ നിലയ്ക്ക് കുറ്റവാളികളെ നിനക്ക് കാണാം. അവർ പറയും, അയ്യോ ഞങ്ങൾക്ക് നാശം, ഇതൊന്ന് രേഖയാണ്, ചെറുതും വലുതോ ആയ ഒന്നും തന്നെ അതിൽ കൃത്യമായി രേഖപ്പെടുത്താതെ വിട്ടുകളയുന്നില്ല. തങ്ങൾ പ്രവർത്തിച്ചതൊക്കെ ആ രേഖയിൽ നിലവിലുള്ളതായി അവർ കണ്ടെത്തും. നിന്റെ രക്ഷിതാവ് യാതൊരാളോടും അനീതി കാണിക്കുകയില്ല. ആ ഗ്രന്ഥത്തിൽ നമ്മൾ നമസ്കരിച്ചതും നമ്മൾ നോമ്പ് നോറ്റതും ഒക്കെ അതിലുണ്ടാകണമെങ്കിൽ ഇഖ്ലാസോടുകൂടി, ഇഖ്തിസാബോടുകൂടി, പ്രതിഫലേച്ഛയോടുകൂടി, ഇത്തിബാവോടുകൂടി അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ ചെയ്തത് അതേ രൂപത്തിൽ സ്വബറോടുകൂടി, ക്ഷമയോടുകൂടി കർമ്മങ്ങൾ ചെയ്യാൻ നമുക്ക് സാധിക്കണം. ഫഅമ്മാമൻ ഊതിയ കിതാബഹു ബിയമീനിഹി ഫയഖൂലു ഹാ ഉംഖറഉ കിതാബിയ ഇന്നി ളനന്തു അന്നി മുലാഖിൻ ഹിസാബിയ ഫഹുവ ഫീ ഐശത്തിർ റാദിയ. എന്നാൽ വലതുകൈയിൽ തന്റെ രേഖ നൽകപ്പെട്ടവർ പറയും, നോമ്പിനെ മുതലാക്കിയവർ, നോമ്പിനനുസരിച്ച് പ്രവർത്തിച്ചവർ, അവർ നാളെ പരലോകത്തെത്തുമ്പോൾ രേഖ കയ്യിൽ കിട്ടുമ്പോൾ അവിടെ നോമ്പും നമസ്കാരവും ഖുർആൻ പാരായണം സ്വതക്കയും കാണുമ്പോൾ, ഇതാ എൻ്റെ ഗ്രന്ഥം വായിച്ചു നോക്കൂ, തീർച്ചയായും ഞാൻ വിചാരിച്ചിരുന്നു ഞാൻ എൻ്റെ വിചാരണയെ നേരിടേണ്ടി വരുമെന്ന്. അതിനാൽ അവൻ തൃപ്തികരമായ ജീവിതത്തിലാകുന്നു. وأما من أوتي كتابه بشماله فيقول يا
ലൈതനി ലം ഊത കിതാബിയ. എന്നാൽ ഇടതുകൈയിൽ ഗ്രന്ഥം നൽകപ്പെട്ടവനാകട്ടെ ഇപ്രകാരം പറയും, ഹാ എൻ്റെ ഗ്രന്ഥം എനിക്ക് നൽകപ്പെടാതിരുന്നുവെങ്കിൽ, വലം മദ്രിമാ ഹിസാബിയ, വിചാരണയെക്കുറിച്ച് ഞാൻ അറിഞ്ഞിരുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് അതിനെക്കുറിച്ച് ബോധമുണ്ടായിരുന്നില്ല. യാ ലൈതഹാ കാനത്തിൽ ഖാദിയ മാ അഗ്നാ അന്നി മാലിയ ഹലക അന്നി സുൽത്താനിയ. അത് മരണമെല്ലാം അവസാനിപ്പിക്കുന്നതായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. എൻ്റെ ധനം എനിക്ക് പ്രയോജനപ്പെട്ടില്ല, എൻ്റെ അധികാരം എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. ഇങ്ങനെ വിലപിക്കുന്ന ആളുകളാകാതിരിക്കാൻ റമദാനിനെ നല്ലവണ്ണം പ്ലാൻ ചെയ്യുക. റമദാനിൽ ധാരാളമായി ഖുർആൻ പാരായണം ചെയ്യുക. റമദാനിൽ സാന്ദർഭികമായ പ്രാർത്ഥനകൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. റമദാനിൽ മതം പഠിക്കാനും മനസ്സിലാക്കാനും ഈമാൻ നിലനിർത്താനും തഖ്വ നിലനിർത്താനുമുള്ള ഒരു പ്ലാനിങ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു തആല റമദാനിനെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുന്ന സത്യവിശ്വാസികളിൽ നമ്മൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ഈ റമദാനിൽ ധാരാളമായി മഖ്ബൂലും മബ്റൂറുമായ കർമ്മങ്ങൾ ചെയ്യാനുള്ള ശേഷിയും ശേമുഷിയും അല്ലാഹു തആല നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. കടം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഹലാലായ മാർഗത്തിലൂടെ കടം വീട്ടാനുള്ള നല്ല തൗഫീഖിനെ അല്ലാഹു തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹു തആല അർഹമായ പ്രതിഫലവും ശിഫാവും ആജിലും പ്രദാനം ചെയ്യുമാറാകട്ടെ. നാളെ പരലോകത്തെത്തുമ്പോൾ നോമ്പ് ശുപാർശക്കാരനായി വരുന്ന, ഖുർആൻ ശുപാർശക്കാരനായി വരുന്ന സത്യവിശ്വാസികളിൽ അല്ലാഹു തആല നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ ആളുകൾ അവിടെ ഖബർ വിശാലമാക്കി അവരെയും നമ്മളെയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അലയിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്.